നീട്ടിക്കൊണ്ടുപോകുന്നില്ല. തിയേറ്ററിനകത്തായതുകൊണ്ട് തന്നെ നമുക്ക് സമയത്തിന് കാര്യങ്ങൾ അവസാനിപ്പിക്കണം. നമ്മുടെ എല്ലാ ക്ഷണിതാക്കളും വേദിയിലേക്ക് വരണം. മനോജ് അവർക്ക് വേദിയിലേക്ക് വരണം. എൻ്റെ പുരസ്കാരം കിട്ടിയിട്ടുള്ള ആൾക്കാരാണ് മലയാളത്തിൽ. ഗേൾ ഫ്രണ്ട്സിൻ്റെ ജിനേഷ്, സ്വാഹയുടെ സജിത്ത്, ഫെമിനിസ്റ്റ് ഫാത്തിമയുടെ ഫാസിൽ ഒക്കെ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഗുജാർ, അതെ ഗുജാർ, പ്രേംകുമാർ മാത്യൂസ്, സാർ എല്ലാവരും കസേരയുണ്ട്. നമ്മുടെ 8 ദിവസം നീണ്ടുനിന്ന 20ാമത്തെ ഫിലിം ഫെസ്റ്റിവല് തൃശ്ശൂർ ചലച്ചിത്രോത്സവം അവസാനിക്കുന്ന ചടങ്ങാണ്. നമ്മൾ 2004 ആരംഭിച്ചൊരു പ്രസ്ഥാനമാണ്. 2004 രാമവർമ്മ തിയേറ്ററും ജോസ് തിയേറ്ററും നമ്മൾ ആരംഭിച്ചത്. അന്നും അടൂർ സാറ് അന്നും ഉണ്ടായിരുന്നു അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലും. അത് കഴിഞ്ഞൊരു 20 വർഷം കൊണ്ട് 2025 നമ്മൾ 20ാമത്തെ വർഷം ആഘോഷിക്കുകയാണ്. എന്തായാലും കഴിഞ്ഞ 20 വർഷത്തിനകത്ത് തുടർച്ചയായിട്ട് ഈ ഫെസ്റ്റിവൽ നടന്നു വരുന്നൊരവസ്ഥയുണ്ട്. അതിന് തൃശ്ശൂർ കോർപ്പറേഷനെയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിൻ്റെയും തൃശ്ശൂരിലെ സാമൂഹിക പ്രവർത്തകരുടെയും അതുപോലെ തന്നെ വ്യാപാരികളുടെയും ഒരു പൊതു സംരംഭമായിട്ടാണ് നമ്മുടെ ഫെസ്റ്റിവൽ പോകുന്നത്. അത്തരത്തിലുള്ള സഹകരണങ്ങളെ കൊണ്ടാണ് നമുക്ക് നടന്നു പോകുന്നത്. ഗവൺമെൻറ് സംവിധാനത്തിൽ മാത്രമല്ല, തൃശ്ശൂരിലെ ഇതിനോട് താല്പര്യമുള്ള, സിനിമയോട് താല്പര്യമുള്ള ഒരു വ്യാപാര സമൂഹമുണ്ട്. അവരുടെ ഒരു പിന്തുണ, ഒപ്പം തന്നെ കേരളത്തിലുള്ള വിവിധ സിനിമാ സംരംഭങ്ങളുടെ ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ പിന്തുണ, അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 20 വർഷമായിട്ട് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇനിയും അത് മുന്നോട്ട് പോകട്ടെ എന്നാണ് നമുക്ക് ആശംസിക്കാനുള്ളത്. ഈ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ അടൂർ സാറിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ആദ്യമായി സ്വാഗതം ചെയ്യാം. ഇതിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് IFFTയുടെ ചെയർമാനായിട്ടുള്ള ശ്രീ MP സുരേന്ദ്രനാണ്. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാം. അത് മുഖ്യാതിഥികളായിട്ട് ഈര സാഹിബ് സാറുണ്ട്. ഒപ്പം തന്നെ പ്രകാശ് നായർ, അദ്ദേഹം നമ്മുടെ ജനറൽ പിക്ചേഴ്സ് രവീന്ദ്രനാഥ് നായരുടെ മകനാണ്. നമ്മുടെ ഇത്തവണത്തെ K. രവീന്ദ്രനാഥ് നായർ അവാർഡ് സ്പോൺസർ ചെയ്തിട്ടുള്ളത് പ്രകാശ് സാറാണ്. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യണം. അനസൂയ ഷാജിക്കാരുണ്ട്. നമ്മൾ വിട്ടുപോയിട്ടുള്ള ഷാജി സാറിൻ്റെ വൈഫാണ് അദ്ദേഹത്തെ. അവരെ സ്വാഗതം ചെയ്യണം. ധനജയൻ മച്ചിങ്ങൽ, നമ്മുടെ മറ്റൊരു ഇന്ത്യൻ വിഭാഗത്തിലെ അവാർഡ് കൊടുത്തിട്ടുള്ള 26 DH ഫൗണ്ടേഷൻ്റെ ചെയർമാനാണ് ധനജയൻ മച്ചിങ്ങൽ. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യാണ്. അദ്ദേഹം എത്തിയിട്ടില്ല. മറ്റൊന്നോടെ പ്രധാനപ്പെട്ട ജൂറിമാരാണ്. നമ്മൾ ആദ്യമായിട്ട് മലയാളത്തിലും ഇന്ത്യയിലും ഏഷ്യയിലുമുള്ള നവാഗത സംവിധായകരുടെ മത്സരം നമുക്ക് ഈ വർഷം ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട ജൂറി ചെയർമാന്മാരായിരുന്നത് ഒന്ന് ഏഷ്യൻ സിനിമയുടെ ജൂറി ചെയർമാൻ ചുഗു എബ്രഹാം. അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യണം. ഇന്ത്യൻ സിനിമയുടെ ജൂറി ചെയർമാനായിരുന്ന ഡോക്ടർ ബിജു ദാമോദരൻ, അദ്ദേഹം ഇല്ല. അതിൻ്റെ മകൻ രാധാകൃഷ്ണൻ സാറുണ്ട്. അതിൻ്റെ
ജൂറി മറ്റേ ഇന്ത്യൻ കോമ്പറ്റീഷൻ്റെ മലയാളം കോമ്പറ്റീഷൻ്റെ ചെയർമാനായിട്ട് ടി കൃഷ്ണൻ സാറിന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യണം. മലയാളം കോമ്പറ്റീഷൻ തന്നെ ജൂറി മെമ്പർമാരായിട്ടുള്ള രാജനാരായണൻ ഉണ്ട്, ഡോക്ടർ രാജേഷ് ഉണ്ട്. പിന്നെ നമ്മുടെ ഫിലിം സൊസൈറ്റിയുടെ വജ്ര ജൂബിലിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്മരണിക നമ്മളിവിടെ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് മാത്യു സ്ഥലത്തിൻ്റെ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യണം. അതുപോലെ തന്നെ ഡോക്ടർ ബി രാധാകൃഷ്ണൻ അസോസിയേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസിൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം. അതുപോലെ തന്നെ പ്രേംകുമാർ അദ്ദേഹത്തിന് സ്വാഗതം ചെയ്യണം. ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ളത് അജിത് കുമാറാണ്, അദ്ദേഹം എത്തിച്ചേരും, അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യണം. ഡോക്ടർ കെ രാജേഷ് ഉണ്ട്, അദ്ദേഹത്തിനെ സ്വാഗതം ചെയ്യണം. കുസുമൻ ജോസഫ് ചിത്രാംഗന ഫിലിം സൊസൈറ്റി പ്രസിഡന്റാണ്, അവരെ സ്വാഗതം ചെയ്യണം. ഡോക്ടർ ബി രാധാകൃഷ്ണൻ അഫ്സോന്റെ സംസ്ഥാന പ്രസിഡന്റാണ്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യണം. പിന്നെ നമുക്ക് പലരും ജോസ് ആലുക്കാസ് ഉണ്ട്, ജോസ് പുതുക്കാടനുണ്ട് ക്ലബിൻ്റെ. ജോഷ നമ്മുടെ ഫിലിം ഫെസ്റ്റിവലിനോടൊപ്പം തന്നെ ചിത്ര പ്രദർശനം എന്നുള്ളൊരു ഭാഗമായിട്ട് നടക്കുന്നത്, അതിൻ്റെ ക്യൂറേറ്ററാണ് ജോഷനെ എനിക്ക് സ്വാഗതം ചെയ്യാണ്, വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. മറ്റൊന്ന് നമ്മുടെ ക്യൂറേറ്റർ എസ് ഗോപികൃഷ്ണൻ, ഒരു പി എൻ ഗോപികൃഷ്ണൻ, ജോർജ് മാത്യു, യു രാധാകൃഷ്ണൻ തുടങ്ങിയവരൊക്കെ തന്നെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ മലയാള സിനിമയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മനോജ് കുമാർ, അവരുടെ KSFDC മനോജ് കുമാറിന്, ഒപ്പം തന്നെ അതിൻ്റെ നിർമ്മാതാക്കളായിട്ടുള്ള KSFDCയുടെ മുരളിയെയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതിൻ്റെ നന്ദി പറയാനായിട്ട് അജിത ചിത്രാംഗനയുടെ ഫിലിം സൊസൈറ്റി സെക്രട്ടറിയാണ്, അവരെ സ്വാഗതം ചെയ്യണം. മാസം ഇതാണ് നമ്മൾ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത്. ഇതിൻ്റെ നടപടികൾക്കായി പ്രസിഡന്റ് നമ്മുടെ ചെയർമാനായിട്ടുള്ള MP സുരേന്ദ്രനെ ക്ഷണിക്കുകയാണ്. മലയാള സിനിമയുടെ അഭിമാന ഭാജനമായ പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണൻ, ഇവിടെ മുഖ്യാതിഥികളായിട്ട് എത്തിയിട്ടുള്ള പ്രകാശ് നായർ, അനസൂയ ഷാജി, ധനഞ്ജയൻ മച്ചിങ്ങൽ, മീര സാഹബ്, നമ്മുടെ പ്രിയപ്പെട്ട ജൂറി ചെയർമാനായിട്ടുള്ള ജുഹു എബ്രഹാം, ആശംസകൾ സമർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള അജിത് കുമാർ, ഡോക്ടർ കെ രാജേഷ്, കുസുമൻ ജോസഫ്, ഡോക്ടർ ബി രാധാകൃഷ്ണൻ, അതുപോലെ നന്ദി പറയുന്ന അജിത TV സദസ്സിലും വേദിയിലുമുള്ള കൃഷ്ണനെ ഉൾപ്പെടെയുള്ള രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹപൂർണ്ണമായിട്ടുള്ള വന്ദനം. അതുപോലെ തന്നെ മലയാളം ഫിലിം അവാർഡ് കെ രവീന്ദ്രനാഥ് നായരുടെ പേരിലാണ്, അദ്ദേഹത്തിൻ്റെ മകനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്, അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. 2004 മുതൽ തൃശ്ശൂരിൽ ആരംഭിച്ച ഈ ചലച്ചിത്രോത്സവം വളരെ ചെറിയ ഒരു സംഘത്തിൻ്റെ സിനിമയോടുള്ള പാഷൻ്റെ ഭാഗമായി തുടങ്ങിയതാണ്. തൃശ്ശൂരിന് അങ്ങനെ ഒരു ചരിത്രം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാട്ടുകാരൻ വാറുണ്ണി ജോസഫ് തുടങ്ങി ശോഭന പരമേശ്വരൻ നായരും അതുപോലെ തന്നെ രാമു കാര്യാട്ടും
തുടങ്ങിയിട്ടുള്ള പി രാമദാസും അഡ്വക്കേറ്റ് പി രാമദാസും ഉൾപ്പെടെയുള്ള സിനിമയുടെ വലിയ മഹാരഥന്മാരൊക്കെ ഈ പാഷൻ ഉള്ളിലൊതുക്കിക്കൊണ്ടാണ് മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോയതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൻ്റെ ഭാഗമായാണ് 2004 ഇങ്ങനെയൊരു ചരിത്രോത്സവം തുടങ്ങിയത്. അത് തുടങ്ങി വയ്ക്കാനും വിളക്ക് കൊളുത്താനുള്ള സൗഭാഗ്യം ലഭിച്ച നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട അടൂർ ഗോപാലകൃഷ്ണനാണ് ഇന്ന് 20 വർഷത്തിന് ശേഷം ഈ സമാപന വേളയിൽ സമാപന പ്രസംഗം നടത്താനും ഉദ്ഘാടനം നടത്താനും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ ആലോചിക്കുന്നത് ഈ 53 സിനിമകളാണ് ഈ പ്രദർശനത്തിൽ മൊത്തം ഉണ്ടായിരുന്നത്. അതിൽ നവാഗതരുടെ സിനിമകൾ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും. ഭൂരിഭാഗം സിനിമകളും കണ്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് തോന്നി അവർ നവാഗതരല്ല. ഒരർത്ഥത്തിലും സിനിമയുടെ എല്ലാ ഗ്രാമറും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ വശങ്ങളും കൃത്യമായി ഉൾക്കൊണ്ടവരായിരുന്നു ഭൂരിഭാഗം പേരും. അപ്പം അതുകൊണ്ട് ഈ ചലച്ചിത്രമേള ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് പൂർണ്ണമായിട്ടുള്ള ഒരു അഭിമാനത്തിൻ്റെയും സംതൃപ്തിയുടെയും നിമിഷങ്ങളാണ് ഞങ്ങൾക്ക് നൽകിയത്. പിന്നെ ഇത് സംഘടിപ്പിക്കുന്നതിൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ചലച്ചിത്രമേളയായാലും കേരളത്തിന് പുറത്ത് നടക്കുന്ന ചലച്ചിത്രമേളയായാലും ഗവൺമെൻറ്റിൻ്റെ വലിയ സഹായം കൊണ്ടാണ് നടക്കുന്നത്. ഇതിന് ഗവൺമെൻറ്റിൻ്റെ സഹായം ഞങ്ങൾക്ക് ലഭിച്ചില്ല എന്ന് മാത്രമല്ല, വളരെ ഭാഗികമായിട്ട് ലഭിച്ചു എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇതിൻ്റെ തുടക്കത്തിൽ അത്രമാത്രം പ്രതിസന്ധികൾ ഞങ്ങൾ നേരിടുകയുണ്ടായി. കാരണം ഞങ്ങൾക്ക് തിയേറ്റർ ഇവിടെ ബുക്ക് ചെയ്യുമ്പോൾ സാധാരണ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും സിനിമ കളിക്കുമ്പോഴുള്ള അതേ തിയേറ്റർ ബുക്കിംഗ് ചാർജസ് തന്നെയാണ് ഞങ്ങളുടെ മുമ്പിലും ഇതിൻ്റെ ആളുകൾ നിരത്തി വെച്ചത്. ഞങ്ങൾ തകർന്നുപോയി ആ നിമിഷത്തിൽ. എന്നിട്ട് നേരെ പോയി രവികൃഷ്ണ പോയി ബുക്ക് ചെയ്തു. വാസ്തവത്തിൽ രവികൃഷ്ണ ഞങ്ങൾക്ക് ബുക്ക് ചെയ്യേണ്ട യാതൊരു കാര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മൾ നേരിട്ട് ചെറിയാൻ ജോസഫ് എത്രയോ തവണ തിരുവനന്തപുരത്തേക്ക് പോയി ആളുകളെ കണ്ടതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഈ തിയേറ്ററിൻ്റെ ഉള്ളിൽ തന്നെ കടക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ ഈ ഫെസ്റ്റിവൽ തുടങ്ങുന്ന ആ നിമിഷം ഒരു 1.5 ദിവസം മുമ്പ് ഞങ്ങളോട് പറഞ്ഞു ഇത് മുഴുവൻ എമൗണ്ടും അടയ്ക്കണം, ഫെസ്റ്റിവലിൻ്റെ മുഴുവൻ എമൗണ്ടും അടയ്ക്കണം. അപ്പോൾ 10 ലക്ഷം രൂപയെങ്കിലും ഞങ്ങൾക്ക് കടം വരുന്ന കരുതി തുടങ്ങിയൊരു പ്രസ്ഥാനമാണത്. അപ്പോൾ ഇത് മുഴുവൻ അടയ്ക്കണമെന്ന് കേട്ടപ്പോൾ ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾ അന്താളിച്ചു പോയി. അപ്പം നല്ല സിനിമയ്ക്ക് കൊടുക്കേണ്ട വില എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായ ആളുകളാണ് ഞങ്ങളൊക്കെ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ഇത് തുടരണമെന്ന് ഞങ്ങളുടെ മനസ്സ് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ തൃശ്ശൂരിൽ നമ്മൾ സിനിമയെയും കലയെയും ഒക്കെ സ്നേഹിക്കുന്ന ഇത്ര ആളുകളൊന്നും കണ്ടാൽ പോരാ യഥാർത്ഥത്തിൽ. പക്ഷെ ഞങ്ങളിത് തുടങ്ങി വെച്ചപ്പോൾ ഞങ്ങൾക്ക് മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും അതിൻ്റേതായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടായി. പക്ഷെ തൃശ്ശൂർക്കാരായിട്ടുള്ള കുറേ നാട്ടുകാരുടെ സൗമനസ്യം കൊണ്ട് അവരുടെ സഹായം കൊണ്ട് നമ്മൾ ഇവിടെ വരെ എത്തി. ഇന്ന് ഈ ചലച്ചിത്രമേള അവസാനിക്കുന്നു. ഏറ്റവും മനോഹരമായ ചിത്രങ്ങൾ നമുക്ക് നൽകാൻ കഴിഞ്ഞു എന്ന ഒരു ചാരിതാർത്ഥ്യം ഞങ്ങൾക്കുണ്ട്. ഈ IFFT-യുടെ എല്ലാ പ്രവർത്തകന്മാരെയും, നമ്മുടെ കൂടെ നിന്ന എല്ലാ പ്രവർത്തകന്മാരെയും, ജൂറി മെമ്പർമാരെയും, അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് സഹായഹസ്തം നീട്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട എല്ലാ വ്യക്തികളെയും ഞങ്ങൾ സ്നേഹപൂർവ്വം ആശ്ലേഷിക്കുന്നു. ഇത് ഞങ്ങൾ തുടങ്ങുമ്പോൾ ഈ ഫെസ്റ്റിവലിൽ ഓരോ സിനിമയ്ക്കും അതിനർഹമായിട്ടുള്ള ഒരു അവാർഡ് കൊടുക്കണമെന്ന് ഞങ്ങൾ ആദ്യമേ നിശ്ചയിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഷാജി ഞങ്ങളുടെ എല്ലാ വർഷവും ഈ ചലച്ചിത്രമേള രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും പ്രധാനമായിട്ട് മുമ്പിൽ നിന്ന് ഷാജി കരുൺ ഉൾപ്പെടെയുള്ളവരുടെ വേർപാടിൻ്റെ ഇടയിലാണ് ഞങ്ങൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ തുടങ്ങി വെച്ചത് തന്നെ. അപ്പോൾ ഷാജി കരുണിൻ്റെയും അരുണ വാസുദേവിൻ്റെയും രവീന്ദ്രനാഥൻ നായരുടെയും പിന്നീട് ഡൊറോത്തിയുടെയും പേരിലെല്ലാം ഒരു അവാർഡ് നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് ചാരിതാർത്ഥ്യമുണ്ട്. അത് ഓരോ 1,00,000 രൂപയാണ് ഞങ്ങൾ നൽകുന്നത്. മറ്റൊന്ന്, ഈ കേരളത്തിലെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൻ്റെ തുടക്കക്കാരിൽ ഒരാളായിട്ടുള്ള ചെലവൂർ വേണുവിൻ്റെ പേരിലൊരു ബെസ്റ്റ് ഫിലിം സൊസൈറ്റിക്ക്, നല്ലൊരു ഫിലിം സൊസൈറ്റിക്ക്
ഒരു അവാർഡ് നൽകുന്നതിന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതും ഈ യോഗത്തിൽ പ്രഖ്യാപിക്കും. നമുക്ക് സമയം തീർത്തും വളരെ കുറവായതുകൊണ്ട് ഈ ചടങ്ങ് വളരെ പെട്ടെന്ന് തീർക്കേണ്ടതുകൊണ്ട് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ആശംസകൾ നേരുന്നു. ഈ ചലച്ചിത്രോത്സവം ഇനിയും തുടരും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഞങ്ങൾ മുന്നോട്ട് പോകും. ആര് തന്നെ ഞങ്ങളെ പിന്തിരിപ്പിച്ചാലും ശരി, തൃശ്ശൂരിലെ ഒരുപാട് മനുഷ്യർ, സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് മനുഷ്യർ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന വിശ്വാസത്തോടു കൂടി സഹകരിച്ച നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർണമായി നിങ്ങളൊക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വന്ദിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. 20ാമത് IFFTയുടെ ക്ലോസിംഗ് സെറമണി സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പത്മവിഭൂഷൺ അടൂർ ഗോപാലകൃഷ്ണനെ സ്നേഹാദരങ്ങളോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സാധാരണ യോഗങ്ങളിലെ പതിവ് പോലെ വേദിയിലിരിക്കുന്നവരുടെ എല്ലാം പേര് വിളിച്ചു പറഞ്ഞ് തുടങ്ങുന്നില്ല. കാരണം സമയം നമുക്ക് കുറവാണെന്ന് നേരത്തെ പറഞ്ഞു പോകുന്നു. ഈ നേരത്തെ ഇവിടെ സംസാരിച്ചതുപോലെ തൃശ്ശൂർ ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ, അതിനുള്ള തീരുമാനമെടുക്കുമ്പോൾ ആദ്യത്തെ ഫെസ്റ്റിവലിൽ അതിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഇപ്പോൾ 20 വർഷം ചെറിയ കാലയളവല്ല, തീർച്ചയായിട്ടും അല്ല. ഈ 20 വർഷവും വളരെ വളരെ താല്പര്യപൂർവ്വം വളരെ അർപ്പണബോധത്തോടു കൂടി പ്രവർത്തിച്ച ഇതിൻ്റെ പ്രവർത്തകരെ, പ്രത്യേകിച്ച് ചെറിയൻ ജോസഫ്, അദ്ദേഹത്തിനോടൊപ്പമുള്ള എല്ലാവർക്കും അവരെ എല്ലാം അഭിനന്ദിക്കുവാനായിട്ട് ഞാൻ ആദ്യമായിട്ട് ഈ അവസരം ഉപയോഗിക്കുന്നു. തൃശ്ശൂർ കേരളത്തെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ അക്കാഡമികളെല്ലാം, ഇവിടെ സാഹിത്യ അക്കാദമി, സംഗീത അക്കാദമി, ലളിതകല അക്കാദമി, ഇങ്ങനെ എല്ലാ അക്കാദമികളും ഇവിടെയാണ്. പക്ഷെ ഒരു അക്കാദമി മാത്രം തിരുവനന്തപുരത്താണ്, അത് ചലച്ചിത്ര അക്കാദമിയാണ്. പക്ഷേ ഈ ചലച്ചിത്ര അക്കാദമി യുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ മിനി ഫെസ്റ്റിവലുകൾ. ആദ്യത്തെ ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ പിന്നെ തുടർച്ചയായിട്ട് 2-3 സ്ഥലങ്ങൾ, തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ നടത്തുക എന്ന് പറയുന്നത്. ആ സൗകര്യങ്ങൾ പോലും ഉപയോഗിക്കാതെ ഇവിടെ പ്രവർത്തിച്ചു വരുന്ന, നേരത്തെ ഫിലിം സൊസൈറ്റിയായിട്ട് ആരംഭിച്ചതാണ്. അങ്ങനെ ആരംഭിച്ച ഈ ഫെസ്റ്റിവല് നേരത്തെ ഇവിടെ വിവരിച്ച പ്രതിസന്ധികളെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് ആവർത്തിക്കാനില്ല. കാരണം തീർച്ചയായിട്ടും ചലച്ചിത്ര അക്കാദമിയും ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനും ഒക്കെ അവരുടെ സിനിമയുടെ വികാസത്തിന് വേണ്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ള സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ വളരെ ഉത്സാഹപൂർവ്വം ഈ പ്രവർത്തകരോടൊപ്പം നിൽക്കേണ്ടതാണ്. ഇതുപോലുള്ള നമുക്കറിയാം, ഇതുപോലെ ഭാരിച്ച വാടകയൊന്നും കൊടുത്ത് ഇതുപോലെ ഒരു ഫെസ്റ്റിവൽ നടത്താൻ സാധ്യമല്ല. വലിയ പരസ്യമേളങ്ങളോടുകൂടി വരുന്ന താരങ്ങളൊക്കെ ഉള്ള സിനിമകൾ കാണിക്കുമ്പോൾ ആളുകൾ ഇരച്ചു കൂടുന്ന പോലെ കൂടുന്ന ഒരു സ്ഥലമല്ല, ടിക്കറ്റ് വെച്ചിട്ടുള്ള സംഗതിയല്ല. അതുകൊണ്ട് തൃശ്ശൂർ പോലുള്ള ഒരു സ്ഥലത്തിന് വലിയ നഗരവുമല്ല, ഈ സാംസ്കാരികമായിട്ടൊക്കെ വളരെ ഉയർന്നു നിൽക്കുന്നെങ്കിൽ പോലും ഇതൊരു വൻ നഗരമല്ല, ഒരു പട്ടണം മാത്രമാണ് ശരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഈ ഫെസ്റ്റിവൽ തുടങ്ങുകയും അത് തുടർന്ന് നടത്തിക്കൊണ്ട് വരികയും ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായ സംഗതിയല്ല. അപ്പോൾ അത് ഇങ്ങനെ ഇത്രയും നിർബന്ധ ബുദ്ധിയോടുകൂടി തന്നെ തുടർന്ന് വരികയും വർഷങ്ങൾ കഴിയുന്തോറും അതിന് പുതിയ അതിന് പ്രവർത്തന രീതിയിലും കൂടുതൽ ഉയർച്ചകൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അതിലൊന്നാണ് ഇവിടെ പ്രദർശിപ്പിക്കുന്ന, പ്രത്യേകിച്ച് നമ്മുടെ മലയാളത്തിലും ഇന്ത്യയിലും പിന്നെ അതുപോലെ തന്നെ ഏഷ്യയിലുമുള്ള ആദ്യത്തെ ചലച്ചിത്ര സംവിധായകർക്ക്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് അവാർഡ് നൽകി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ നല്ല ഒരു സംഗതിയാണ്. അതിന് പിന്നെ ജനറൽ പിക്ചേഴ്സ് പോലെയുള്ള വളരെ ദൃശ്യബോധമുള്ള ശരിക്കും നിഷ്ഠയുള്ള ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ
ഉടമയായിരുന്ന ശ്രീ രവീന്ദ്രനാഥ് നായരുടെ പേരിൽ ഈ ഒരു അവാർഡ് സ്പോൺസർ ചെയ്തു. അതുപോലെ തന്നെ മറ്റ് 3 അവാർഡുകളും സ്പോൺസർ ചെയ്തിട്ടുള്ള അവാർഡുകളാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അവാർഡുകൾ കൊടുക്കുന്നുണ്ട് എന്ന് ശ്രീ ജോസഫ് എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഈ അവാർഡിനുള്ള തുകയൊക്കെ ഇവിടെ കണ്ടെത്തും എന്ന് ചോദിച്ചു. അത് ഞങ്ങൾക്ക് സ്പോൺസർമാരുണ്ട്, ഓരോ സ്പോൺസേഴ്സാണ് തരുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അങ്ങനെ പ്രഭുത്വരായിട്ടുള്ള സ്പോൺസേഴ്സ് ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ എന്നുള്ളതുകൊണ്ട് വളരെ സന്തോഷം തോന്നി. അതിൽ അങ്ങനെ മുമ്പോട്ട് വന്ന ഓരോരുത്തരെയും ഞാൻ അവരോട് നന്ദിയും അഭിനന്ദനവും ഒരേ സമയം രേഖപ്പെടുത്തുകയാണ്. ഈ ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയിട്ടുള്ള ഓരോരുത്തരും അവരുടെ സന്നിഹിതരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അവരുടെ പേരിൽ മറ്റുള്ള അവരുടെ പ്രതിനിധികൾ അവാർഡുകൾ സ്വീകരിക്കും. അപ്പോൾ ഈ അവാർഡുകൾ കിട്ടിയ ഓരോരുത്തരെയും ഞാൻ ഈ അവസരത്തിൽ അനുമോദിക്കുവാനും അവർക്ക് തുടർന്ന് ഈ രംഗത്ത് കൂടുതൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുവാനുമായിട്ട് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നു. നിങ്ങൾക്കെല്ലാം നമസ്കാരം. അടുത്തതായി നമ്മുടെ ജൂറി ചെയർമാൻ ജുഹു എബ്രഹാം ഇവിടെ ജൂറി റിപ്പോർട്ട് അവതരിപ്പിക്കും. Respected guests, specifically, I am really honored to have the presence of Mr. Arul Gopalakrishnan, whom I knew from the late 1970s, and also to Mrs. Ansuya Shaji, with whom I was speaking just the other day, that I met her late husband in Kerala in 1979, I believe, when he was shooting a film in Trivandrum. And I had come to Trivandrum from Delhi, and Mr. Aravindan specifically introduced me to one person in the crew, and that was Mr. Shaji. So those memories live with me even till today. I was very happy to be asked to chair the Asian film section, especially because it was a section on debut filmmakers. And I have been attending film festivals since 1978 in India and abroad. And usually, even the chosen films of any section, you'll find very mediocre films and very good films. Luckily, in this Trishul Film Festival, even though it was meant for a debut film presentation, almost every film chosen by this festival had something outstanding, and it was very difficult for us to look at as jury members. My co-panelist, only Mr. George Matthew, I think, is here, and he and Devika Sushil, we were unanimous in our judgment that there are only 2 prizes that we can give away, but there are so many good films. So we chose with great care the 2 films which get awards and 2 others which get special mention. So the best film in the Asian section, which wins the Shaji and Karun Award for the best Asian debut film, is awarded to the Vietnamese film Coolie Never Cries for presenting an original screenplay written by the director and his co-script writer that delicately presents the past, present and future in the lives and traditions of 2 families coming together by a marriage, living in unified Vietnam, decades after the tragic war that separated North and the South, with intelligent editing and subtle humor in a manner that visually recalls the movements of a cute
pygmy slow loris monkey, reared as a domestic pet. So that's the first award. The second, we also decided, the jury decided to give a special mention to the Iranian film, The Summer That Snowed, for its director Naseem Farouk, for her well-crafted film on Iranian laws governing adoption and its effect on their single daughter brought up in love as their biological offspring, and the effect when she learns the truth following the process of procuring her passport to travel abroad for an event, and related revelations between husband and wife while ignoring the adoption law for the sake of their daughter's happiness. Then we have the second award which we could give, and that is the Aruna Vasudev Award for the Best Asian Debut Director, and it is awarded by our jury to Lolo Hendra Komera for his Indonesian debut film Tale of the Land, for his original screenplay marrying evocative real images and convincing performances to present the basic elements of the nation made up of land and water, with its related flora and fauna, to present an unusual tale of the Dayak community of Borneo that rivets the viewer from beginning to the end. Believe me, it's a wonderful film. The jury also decided to give a special mention in this category to the Indian film in Malayalam, Victoria, for its director Shivaranjani J. for intelligently presenting a woman's predicament in a male-dominated society in her debut film. So these are the four chosen films, and I should say that every other film in this section deserved an award, but we just could only give it to these four. Thank you. ഇന്ത്യൻ ജൂറിയുടെ ചെയർമാൻ ഡോക്ടർ ബിജു ആണ്. ബിജു അദ്ദേഹത്തിലെ രാധാകൃഷ്ണൻ ക്ഷണിക്കുകയാണ്. ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻ, നമ്മുടെ മുഖ്യാതിഥി ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, ബാക്കി വേദിയിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ ആൻഡ് സദസ്സിലിരിക്കുന്ന പ്രമുഖ വ്യക്തികളെ, ഞങ്ങളുടെ ജൂറിയിൽ 3 പേരാണ് ഉണ്ടായിരുന്നത്. ചെയർമാൻ ഡോക്ടർ ബിജു ആൻഡ് ഞാൻ, പിന്നെ മിസ്റ്റർ അമുദൻ, അദ്ദേഹവും ഇന്ന് ഇവിടെ പോയി നിന്നുണ്ട്. ഞങ്ങൾക്ക് 10 ഫിലിമുകളാണ് ടോട്ടൽ കാണാനുണ്ടായിരുന്നത്. അത് പല ഭാഷകളിൽ നിന്നായിരുന്നു. മലയാളത്തിൽ, തമിഴ്, മറാഠി, ആസാമീസ്, ഹിന്ദി, പിന്നെ രാജസ്ഥാനി, അങ്ങനെ പല ഭാഷകളിലുള്ള പടങ്ങളായിരുന്നു. ചിലത് ലിപി ഇല്ലാത്ത ഭാഷകളിലെ ചില ഫിലിമുകളും കൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എല്ലാ ഫിലിമുകളും കണ്ട് അതിൻ്റെ വിലയിരുത്തി ഇതിനനുസരിച്ചിട്ടാണ് ഞങ്ങൾ അവാർഡ് കൊടുത്തത്, അവാർഡിനെ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ കണ്ടതിൽ ഞങ്ങളുടെ തീരുമാനം യുനാനിമസ് ആയിരുന്നു. അതിൽ യാതൊരു പ്രോബ്ലം ഇല്ലാണ്ട് 5 മിനിറ്റ് കൊണ്ട് ഞങ്ങളുടെ മീറ്റിംഗ് തന്നെ തീർന്നു. അതിൽ ദ ബെസ്റ്റ് ഫിലിമായിട്ട് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തത് സ്വാഹ ഇൻ ദ നെയിം ഓഫ് ഫയർ എന്നുള്ളൊരു മഗാഹി ലാംഗ്വേജിലുള്ളൊരു ഫിലിമാണ്. അതിൻ്റെ ഡയറക്ടർ അഭിലാഷ് ശർമ്മ എന്ന് പറഞ്ഞിട്ട് വ്യക്തിയാണ്. അപ്പോൾ അത് പലരും കണ്ടിട്ടുണ്ടായിരിക്കാം. അത് ആ ഫിലിമിൻ്റെ മേക്കിങ്ങിലും കണ്ടന്റിലും ബാക്കി എല്ലാ കാര്യത്തിലും ആ ഫിലിമാണ് ഏറ്റവും ഞങ്ങൾക്ക് നന്നായി തോന്നിയതും. അത് നല്ലൊരു ഫിലിമായിട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഞങ്ങൾക്ക് ആകെപ്പാടെ ഒരു അവാർഡേ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞങ്ങൾ കണ്ട സിനിമകളുടെ കണ്ടന്റും അത് അവരുടെ എഫർട്ടും എല്ലാം കൂടി നോക്കിക്കഴിഞ്ഞപ്പോൾ ചില സിനിമകളിലെ ഞങ്ങൾക്ക് ഒരു റെക്കമെൻഡേഷൻ കൊടുക്കണം എന്ന് തോന്നി. അപ്പോൾ അതിൽ ഒരു സിനിമയ്ക്ക് ഒരു ജൂറി സ്പെഷ്യൽ അവാർഡ് കൊടുക്കാനും ഒരു സിനിമയ്ക്ക് ഒരു ജൂറി സ്പെഷ്യൽ മെൻഷൻ കൊടുക്കാനാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ജൂറി സ്പെഷ്യൽ അവാർഡ് കൊടുക്കാൻ റെക്കമെൻഡ് ചെയ്തത് സെക്കൻഡ് ചാൻസ്
എന്നുള്ള ഒരു ഫിലിമാണ്. അത് കുല്ലവി ലാംഗ്വേജാണ്. അത് എടുത്തിരിക്കുന്ന ഹിമാചൽ പ്രദേശിലെ ഒരു ഏരിയയിലുള്ള സ്പോക്കൺ ഭാഷയാണ്. അതിന് ലിപികളൊന്നുമില്ല, ഹിന്ദിയുടെ മാതിരി തന്നെ ഇരിക്കും ഏതാണ്ട്. അതിലെടുത്താണ് അത് ഫിലിം എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡയറക്ടർ സുഭദ്രാം മഹാജൻ എന്നുള്ളൊരു സ്ത്രീയാണ്. ആ ഫിലിമിൻ്റെ കണ്ടും എഫർട്ടും എല്ലാം കൂടി ഞങ്ങൾ കണക്കാക്കിയിട്ടാണ് അതിന് ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കാൻ പറഞ്ഞത്. പിന്നെ സ്പെഷ്യൽ മെൻഷന് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തത് എ ബോയ് ഹൂ ഡ്രംഡ് ഇലക്ട്രിസിറ്റി. അതൊരു രാജസ്ഥാനി ഫിലിമാണ്. അതിൻ്റെ ഡയറക്ടർ ജിഗർ ദഗ്ഡ എന്ന് പറഞ്ഞ ഒരാളാണ്. അതിൽ ആ വില്ലേജിൽ നമ്മളെ വളരെ വേണ്ട എല്ലാ ദിക്കിലും ഇലക്ട്രിസിറ്റി കിട്ടി. പക്ഷേ ഇന്നും ഇന്ത്യയിൽ പല വില്ലേജുകളിലും ഇലക്ട്രിസിറ്റി ഇല്ല. അപ്പോൾ ആ ഒരു വീട്ടിലെ ഇലക്ട്രിസിറ്റി കിട്ടാണ്ട് ആ ഒരു വീട്ടിലെ അമ്മ മരിക്കുന്നവരവർക്ക്, അപ്പോൾ അവരുടെ മകനൊരാഗ്രഹമാണ് അവിടെ ഇലക്ട്രിസിറ്റി കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ ഈ രാജസ്ഥാനിലും പിന്നെ നമ്മുടെ കേരളത്തിലെ മാതിരിയല്ല, ആ ദൂരവും എല്ലാം കണക്കാക്കിയിട്ട് അവർക്ക് ലൈൻ എടുക്കാനൊന്നും പറ്റില്ല എന്നുള്ള ഇലക്ട്രിസിറ്റി ബോർഡ് തന്നെ അതിന് റിജക്റ്റ് ചെയ്തത്. അവിടെയാണ് ഈ സോളാർ ഇത് കൊണ്ടുവന്നിട്ട് സോളാർ കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഇലക്ട്രിസിറ്റി കൊണ്ടുവരുന്നതിൻ്റെ ഒരു കഥയാണ്. അത് പ്രസൻറ്റേഷനും അത് എടുത്ത മെത്തേഡും എല്ലാം കൂടി നിങ്ങൾക്ക് അതിന് ഒരു സ്പെഷ്യൽ മെൻഷൻ കൊടുക്കാൻ ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ഈ ഫിലിമുകളെല്ലാം നവാഗത സംവിധായകരാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. പക്ഷെ എല്ലാ ഫിലിമുകളും ഇന്ത്യൻ ഞങ്ങൾ കണ്ടതിലും ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. പല സിനിമകളും നമ്മുടെ കേരളത്തിൽ പോലും സിനിമ എടുക്കാനായിട്ട് ഗവൺമെൻറ് പോലും നവാഗതരായിട്ടുള്ളവർക്ക് 1.5 കോടി ഉറുപ്പിക വരെ ധനസഹായം കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ 10 സിനിമകളും ഒരു 50 കോടിയെ കൂടുതൽ ചെലവ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അതിലും ചില സിനിമകൾ 20-30 ലക്ഷം ഉറുപ്പികയാണ് ചെയ്തിരിക്കുന്നത്. ഈ 1.5 കോടിക്ക് അപ്പോൾ 50 ലക്ഷത്തിൽ കൂടുതലൊരു സിനിമയ്ക്കും ചിലവ് വന്നിട്ടില്ല. ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ എൻകറേജ് ചെയ്യണം സിനിമ എടുക്കുന്നത് എന്നുള്ളത് വളരെ ശരിയാണ്. പക്ഷേ ഒരുപാട് പണം വാരിക്കൊടുത്ത് അവരെ സ്പോയിൽ ചെയ്യരുത്. ഇങ്ങനെ നല്ല സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് അടൂർ തന്നെ ഒരിക്കൽ സംസാരിച്ചതാണ് ഈ വിഷയം. അദ്ദേഹം പറഞ്ഞതിൻ്റെ അർത്ഥവും അതിൻ്റെ മീനിങ്ങും എല്ലാം എനിക്ക് മനസ്സിലായത് ഈ സിനിമകൾ കണ്ടു കഴിഞ്ഞപ്പോഴാണ്. അപ്പോൾ ഈ നവാഗതരെ നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ ഈ അവാർഡ് ഉത്തേജകമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം. കെ രവീന്ദ്രനാഥ് അവാർഡിൻ്റെ ജൂറി ചെയർമാൻ ടി കൃഷ്ണനെയായിരുന്നു. മലയാളത്തിലെ മികച്ച ഡെബ്യൂ ഫിലിംസിൻ്റെ അദ്ദേഹം അതിൻ്റെ സൈറ്റേഷൻ വായിക്കും. അവാർഡ് ഓൾറെഡി ആദ്യം ഞാൻ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ബെസ്റ്റ് ഫിലിം അവാർഡ് വാസ് ഷെയർഡ് ബൈ 2 ഫിലിംസ്, പ്രളയശേഷം ഒരു ജലകന്യക, ഫെമിനിറ്റി ഫാത്തിമ. ഏറ്റവും മികച്ച മലയാള സിനിമയ്ക്കുള്ള കെ രവീന്ദ്രനാഥൻ നായർ പുരസ്കാരം പ്രളയശേഷം ഒരു ജലകന്യക. അത് ഡയറക്ടർ ചെയ്തിരുന്നത് മനോജ് കുമാർ. മനോജ് കുമാറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് നൽകുന്നതിന് വേണ്ടി അടൂർ ഗോപാലകൃഷ്ണനെ ക്ഷണിക്കുന്നു. പ്രൊഡ്യൂസറാണ്, മനോജ് സംവിധായകനാണ്. ₹1,00,000 പ്രൈസ് മണിയാണ്. അത് തുല്യമായിട്ട് 50% KSODC, 50% മനോജിന്. ബ്രാക്കറ്റ് ചെയ്തിട്ട് അടുത്തത് കെ രവീന്ദ്രനാഥൻ നായരുടെ പേരിലുള്ള മികച്ച മലയാള സിനിമയ്ക്കുള്ള അവാർഡ് പങ്കിട്ട ഫെമിനിറ്റി ഫാത്തിമ, ഇതിൻ്റെ ഡയറക്ടർ ഫാസിൽ മുഹമ്മദിനെ ക്ഷണിക്കുന്നു.
സ്പെഷ്യൽ ജൂറി മെൻഷൻ ഗേൾ ഫ്രണ്ട്സ് സിനിമ ഡയറക്ടർ ശോഭന പടിഞ്ഞാറ്റിൽ. സൗണ്ട് ഡിസൈനർ ജിനീഷ്. ബെസ്റ്റ് ഇന്ത്യൻ ഡിബേറ്റ് ഫിലിം അവാർഡ് ഡോറോത്തിയ മച്ചിങ്ങൽ അവാർഡാണ്. അത് ഇൻ ദ നെയിം ഓഫ് ഫയർ സ്വാഹ, ഡയറക്റ്റഡ് ബൈ അഭിലാഷ് ശർമ്മ. സംവിധായകന്റെ സുഹൃത്താണ് അദ്ദേഹം അവാർഡ് സ്വീകരിക്കാൻ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോറോത്തിയ മച്ചിങ്ങലിന്റെ ബെസ്റ്റ് ഇന്ത്യൻ ഡിബേറ്റ് ഫിലിം അവാർഡ് സെക്കൻഡ് ചാൻസ്, ഡയറക്ടർ സുഭേന്ദ്ര മഹാജൻ. അദ്ദേഹം ഇവിടെ എത്തിയിട്ടില്ല. സുഭദ്ര മഹാജൻ ഇവിടെ എത്തിയിട്ടില്ല. അതുപോലെ തന്നെ സ്പെഷ്യൽ ജൂറി മെൻഷൻ നേടിയ ബോയ് ഹു ഡ്രീംഡ് ഓഫ് ഇലക്ട്രിസിറ്റി, ഡയറക്ടർ ജിഗർ നാഗ്ദ. ഇവർ രണ്ടുപേരും ഇവിടെ എത്തിയിട്ടില്ല. അടുത്തത് ഷാജി എൻ കരുൺ അവാർഡാണ്. അത് ഏറ്റവും മികച്ച ഏഷ്യൻ ഡിബേറ്റ് ഫിലിമിനുള്ളൊരു അവാർഡാണ്. അത് കൂലി നെവർ ക്രൈസ്, ഫാം നഗോക്ക് ലാൻ, ആ സിനിമയ്ക്കാണ് അവാർഡുള്ളത്. അത് വാങ്ങുന്നത് അതിൻ്റെ പ്രോഗ്രാമർ കൂടിയായിട്ടുള്ള ഗുജറാണ്. ഗുജറിനെ ക്ഷണിക്കുന്നു. അതിൻ്റെ സംവിധായകൻ അരുണ വാസുദേവ് ബെസ്റ്റ് ഏഷ്യൻ ഡിബേറ്റ് ഡയറക്ടർ അവാർഡ് ലയോൾ ഹേന്ദ്ര കൊമാറ, ദ ഡയറക്ടർ ഓഫ് ദ ഫിലിം ടെയിൽ ഓഫ് ദ ലാൻഡ്. അത് ഗുജർ തന്നെ സ്വീകരിക്കുന്നു. In jury special mention, Shaji and Karun Best Asian Debate Film is presented to the film The Summer That Snowed by Naseem Farrow. Gujarat. Aruna Vasudev Best Asian Debate Film Director. Jury special mention Shivaranjani, the director of the film Victoria. ഫിലിം സൊസൈറ്റി വച്ചിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പുസ്തക പ്രകാശനാണ് ശ്രീ അടൂർ സാറ് അനസൂയ ഷാജിക്ക് കൊടുത്തിട്ട് നിർവഹിക്കും. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും നമസ്കാരം. ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാനാണ് എന്നെ ഇവിടെ ക്ഷണിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ പ്രോഗ്രാമിൻ്റെ പ്രൊഫഷനിൽ സിനിമയുമായി നേരിട്ട് ബന്ധമില്ലാത്ത ഒരു വ്യക്തി എന്നുള്ളത് ഒരുപക്ഷെ എൻ്റെ പേര് മാത്രമായിരിക്കാം. ഞാൻ ഒരു എക്കണോമിക്സ് അധ്യാപകനാണ്. ഞാൻ 2004 ഡിസംബറിലാണ് തൃശ്ശൂർ എത്തുന്നത്. അധ്യക്ഷയോടെ തൃശ്ശൂരുകാരുടെ സിനിമയിലുള്ള കോൺട്രിബ്യൂഷൻ പറഞ്ഞ് ഞാൻ തൃശ്ശൂരുകാരനല്ല, കാസർഗോഡ് ജില്ലക്കാരനാണ്.
2005 മുതൽ തൃശ്ശൂർ ഈ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സിനിമകൾ കാണാൻ വരാറുണ്ടായിരുന്നു. പിന്നെ ജോലി തൃശ്ശൂർ, എറണാകുളമൊക്കെ മാറിഞ്ഞ് താമസമൊക്കെ മാറിയതുകൊണ്ട് സ്ഥിരമായിട്ട് വരാറില്ല. അപ്പോൾ സിനിമ കാണുക എന്നുള്ള വളരെ സേഫായിട്ടുള്ള ഒരു പ്രോഗ്രാമായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അവിടെ ഈ വർഷം എന്നെ വളരെ കാര്യമായിട്ട് ചെറിയാൻ സാറ് വിളിച്ച് സംഘാടനത്തിലെത്തിച്ചു. അപ്പോൾ ഇവിടെ അധ്യക്ഷൻ സിനിമകളുടെ ബുദ്ധിമുട്ടുകളെ പറ്റി, സിനിമ പ്രദർശിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി ഒന്ന് സൂചിപ്പിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 24-ാം തീയതി ഉദ്ഘാടനത്തിന് 1 മണിക്കൂർ മുമ്പേ പോലും ഈ തിയേറ്റർ തുറന്നു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഈ ഭാഗങ്ങളൊക്കെ സാറിൻ്റെ ഒപ്പം കൂടി ഞാനും കുറെ പ്രവർത്തിക്കേണ്ടി വന്നത്. അപ്പോൾ വളരെ വിഷമകരമായിട്ടുള്ളൊരു തരത്തിലൂടെയായിരുന്നു നമ്മൾ മുന്നോട്ട് പോയത്. ഇപ്രാവശ്യം സംഘാടനത്തിനാണ് കൂടുതലും ശ്രദ്ധിച്ചത്. അല്ലെങ്കിൽ ചെറുതായിട്ട് ചെറിയാൻ സാറിൻ്റെ കൂടെയും രാധാകൃഷ്ണൻ മാഷിൻ്റെ കൂടെയും സുരേന്ദ്ര സാറിൻ്റെ കൂടെയൊക്കെ പ്രവർത്തിക്കാൻ ഒരു സിനിമയോട് താല്പര്യമുള്ള ഒരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് തൃശ്ശൂരിൽ. അത് വളരെ സത്യമാണ്. അവരുടെ കൂടെ ഇരിക്കാനും സംസാരിക്കാനും ചെറുതായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന സംഭാവനകളും ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു സന്തോഷമുണ്ട്. അപ്പോൾ വരും വർഷങ്ങൾ 20 വർഷം എന്ന് പറയുന്നത് ഒരു ചെറിയ കാലയളവല്ല. അപ്പോൾ വരും വർഷങ്ങളിലും നമുക്കിതുപോലെ തൃശ്ശൂരിൽ ഈ ഇത്തരം ഇതിൻ്റെ തുടർ വേർഷൻസ് 21, 22 കൂടുതൽ വർഷങ്ങളിലേക്ക് നമുക്ക് ഒരുമിച്ച് ഇതേപോലെ തന്നെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് പ്രാർത്ഥിക്കാനും അല്ലെങ്കിൽ ആശംസിക്കാനൊക്കെ ഉള്ളത്. ഈ ചലച്ചിത്ര മേളയുമായി ബന്ധപ്പെട്ട് നടന്ന മത്സര ഇനങ്ങളിൽ സമ്മാനം നേടിയ എല്ലാ സിനിമകൾക്കും അതിൻ്റെ പിന്നണി പ്രവർത്തകർക്കും ഞാൻ അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. അപ്പോൾ ഈ ചടങ്ങിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. ആശംസകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി കെ രവീന്ദ്രനാഥൻ നായരുടെ മകൻ പ്രകാശ് നായരെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സുരേന്ദ്രൻ സാർ, ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, അനുജ ഷാജി, ഈ വേദിയിലെ വിശിഷ്ട വ്യക്തികളും ഈ ഓഡിറ്റോറിയത്തിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനും ഒരു ദീർഘമായ സംസാരം തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ഒരു അവാർഡ് അച്ഛൻ്റെ കെ രവീന്ദ്രനാഥൻ നായരുടെ പേരിൽ IFFK സ്ഥാപിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. അതിലും അധികം സന്തോഷം ഷാജി കരുൺ അവാർഡുമായി ബന്ധപ്പെടുത്തി രണ്ടും ഒരു സമയത്ത് കൊടുക്കുന്നു എന്നുള്ളതാണ്. കാരണം അച്ഛനും ഷാജിയേട്ടനും വളരെ വളരെ ഒരു ആത്മബന്ധം പുലർത്തിയിരുന്നവരാണ്. രവിയേട്ടൻ എന്നാണ് എപ്പോഴും വിളിക്കുന്നത്. അതുപോലെ തന്നെ അടൂർ ഗോപാലകൃഷ്ണൻ, അടൂർ അത് അവാർഡ് കൊടുക്കുന്നതെന്ന് കേട്ടപ്പോൾ അതിലേറെ സന്തോഷം തോന്നി. അപ്പോൾ ഓടി ഇവിടെ വന്നു. ഈ തൃശ്ശൂർ എനിക്ക് തോന്നുന്നത് അച്ഛൻ സിനിമയിൽ കാല് കുത്തിയത് തന്നെ ആ സ്പാർക്ക് വന്നത് തൃശ്ശൂരിൽ നിന്നാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മ ഇവിടുന്ന് തൃശ്ശൂരിൽ നിന്നാണ്. എൻ്റെ മുത്തശ്ശൻ മാതാ തിയേറ്റർ നിർമ്മിച്ചത് ഇവിടെ തൃശ്ശൂരിൽ. മാതാ തിയേറ്റർ ഇപ്പോൾ ബിന്ദു AC തിയേറ്റർ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. അതിനുശേഷം അമ്മയുടെ മൂത്ത ജ്യേഷ്ഠൻ TC ശങ്കറാണ് അച്ഛനോട് പറഞ്ഞ് രവി ഒരു സിനിമ എടുത്താൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഗൗരവമായിട്ട് സിനിമ എടുക്കുന്ന കാര്യം തന്നെ ആലോചിക്കുന്നതും. P. ഭാസ്കരൻ അദ്ദേഹത്തെ പോയി കാണുകയും സംസാരിക്കുകയും അദ്ദേഹം അന്ന് അന്വേഷിച്ചു കണ്ടെത്തിയില്ലെന്ന് പറഞ്ഞാൽ ഒരു പാറപ്പുറത്തിൻ്റെ നോവലാണ്, അത് സിനിമയാക്കാമെന്ന് പറഞ്ഞു. കഥ ഇഷ്ടപ്പെട്ടു. ഒരു നഴ്സ്, ഒരു സ്ത്രീയാണ് പ്രൊട്ടാഗനിസ്റ്റ്. അവരുടെ വിഷമങ്ങളെക്കുറിച്ചുള്ളതൊക്കെയാണ്. അത് ഇഷ്ടപ്പെട്ടിട്ടാണ് അത് സിനിമയാക്കിയത്. അന്വേഷിച്ചു കണ്ടെത്തിയിൽ ആദ്യത്തെ സിനിമ തന്നെ നാഷണൽ അവാർഡും വാങ്ങിച്ചു, ഏറ്റവും നല്ല മലയാളം സിനിമയുടെ. അപ്പോൾ അത് കൂടുതൽ സിനിമകൾ എടുക്കാനുള്ളൊരു പ്രചോദനം കൂടി അതിൽ നിന്നാണ് കിട്ടിയതെന്ന് എനിക്ക് അറിയാം. അച്ഛൻ്റെ
പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻ, അച്ഛൻ്റെ ലെഗസി എനിക്ക് തോന്നുന്നത് 2 പ്രധാന പാരമ്പര്യമാണ് സ്ഥാപിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒന്ന്, ആദ്യമേ മെയിൻ സ്ട്രീം സിനിമ കുറേ എടുത്തു. അച്ചാണി 1972 വരെ അച്ചാണിയാണ് അവസാനം എടുത്ത മെയിൻ സ്ട്രീം സിനിമ. ആ സിനിമയിൽ ഒരു വൻ വിജയമായിരുന്നു. ആ സിനിമയിൽ നിന്ന് കിട്ടിയ ലാഭം മുഴുവൻ എടുത്ത് മനസ്സിലുണ്ടായിരുന്നൊരു പബ്ലിക് ലൈബ്രറി കൊല്ലത്തിന് ദാനം ചെയ്യണം എന്നായിരുന്നു. അങ്ങനെ ഒരു പബ്ലിക് ലൈബ്രറി ആ ലാഭം കൊണ്ടാണ് ഉണ്ടാക്കിയത്. ആ ലൈബ്രറി ഇന്ന് കേരളത്തിലെ ഒരു ഏറ്റവും മികച്ച ഒരു ലൈബ്രറി മാത്രമല്ല, സെൻറ്റർ ഓഫ് പെർഫോമിംഗ് ആർട്സ് ആയി മാറിയിരിക്കുകയാണ്. അത് അച്ഛൻ്റെ ഒരു ലെഗസി ആയിട്ട് ഞാൻ കാണുന്നു, ആദ്യത്തെ ലെഗസി. രണ്ടാമതാണ് ഈ മെയിൻ സ്ട്രീം സിനിമ വിട്ട് ആർട്ട് സിനിമയിലോട്ട് പോയത്. അത് പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞ് എന്താണ് ഉണ്ടായതെന്നും. അരവിന്ദൻ്റെയും ശ്രീ അടൂർ ബാലകൃഷ്ണൻ്റെയൊക്കെ വളരെ വളരെ പ്രശസ്തി നേടിയ സിനിമകൾ, ലോകമെമ്പാടും പ്രശസ്തി നേടിയ സിനിമകൾ നിർമ്മിക്കുകയുണ്ടായി. അത് അച്ഛൻ്റെ അടുത്ത ഒരു ലെഗസി. അങ്ങനെ ഈ 2 ലെഗസി ആണ് അച്ഛനുള്ളത്. ആ ലെഗസിയാണ് നമ്മളിന്നിവിടെ ഈ അവാർഡ് മൂലം ആദരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ അവാർഡ് കിട്ടിയ ഈ തിരഞ്ഞെടുത്ത എല്ലാ സിനിമകളുടെ ഫിലിം മേക്കേഴ്സിനും അതിൽ പുറകിലുണ്ടായിരുന്ന എല്ലാവർക്കും ഞാൻ അഭിനന്ദനങ്ങൾ പറയുകയാണ്. അതുപോലെ തന്നെ ഈ അവാർഡ് കൂടുതൽ നല്ല സിനിമ എടുക്കാനുള്ള പ്രചോദനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നല്ല കഥയുള്ളവർക്ക് നിഷ്പ്രയാസം ഒരു സിനിമ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകട്ടെ. മാത്രമല്ല അത് പ്രദർശിപ്പിക്കാൻ ഒരു അതിരില്ലാത്ത ഒരു വേദി എല്ലാവർക്കും എപ്പോഴും തുറക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ ഓർഗനൈസേഴ്സിന് എല്ലാവിധ ആശംസകളും നേരിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം. മുഖ്യാതിഥിയായ എ മീര സാഹിബിനെ ക്ഷണിക്കുന്നു. തൃശ്ശൂരിലെ ചലച്ചിത്ര ആസ്വാദകരെ, തൃശ്ശൂർ ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തകരെ, ഏറ്റവും സന്തോഷമുള്ള ഒരു നിമിഷമാണിത്. സിനിമയെ ഹൃദയത്തിൽ സ്നേഹിച്ച, ഹൃദയത്തിലേറ്റിയ തൃശ്ശൂർ നിവാസികൾ, അവർ 2004 മുതൽ നടത്തുന്ന ഈ മഹത്തായ സംരംഭം ഇത്രയധികം ബുദ്ധിമുട്ടുകൾ സഹത്തി ആണ് ഇവിടെ നടത്തുന്നത്. നമ്മുടെ ആമുഖ പ്രഭാഷണത്തിൽ ചെയർമാൻ പറയുകയുണ്ടായി. ഇതിൻ്റെ പിന്നിലെ ശക്തിയായ ചെറിയാൻ ജോസഫിൻ്റെ ശ്രമം എനിക്ക് 90കളുടെ തുടക്കം മുതൽ അറിയാം. അദ്ദേഹം സീഡിറ്റിൽ പ്രവർത്തിക്കുന്ന കാലം മുതൽ ഒരു ചലച്ചിത്രോത്സവമോ ഒരു ഫിലിം സൊസൈറ്റി പ്രദർശനമോ നടത്താതെ അദ്ദേഹത്തിന് ഉറങ്ങാൻ കഴിയില്ല എന്നുള്ള അവസ്ഥയിലുള്ള ഒരു ചലച്ചിത്ര ആസ്വാദകനും പ്രവർത്തകനുമാണ്. ഇതിൻ്റെ ഒരു ശ്രമം എത്രത്തോളം ഉണ്ടെന്ന് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഞങ്ങൾക്കറിയാം. ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഇവിടെ കേട്ടതുപോലെ സർക്കാരിൻ്റെയൊക്കെ സഹായമില്ലാതെ ഇത് നടത്തുക എന്നുള്ളതൊരു സാഹസം തന്നെയാണ്. ഇതിൻ്റെ പിന്നിൽ തൃശ്ശൂർ നിവാസികളുടെ പിന്തുണയും സ്പോൺസർഷിപ്പും ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത് നടന്നത്. അതുപോലെ എനിക്ക് അഭിമാനം തോന്നുന്ന ഒരു സംഗതി, ഇത് സ്പോൺസർ ചെയ്ത നമ്മുടെ ജനറൽ പിക്ചേഴ്സിലെ ശ്രീ രവീന്ദ്രനാഥൻ നായരുടെ കുടുംബമാണ്. അവർക്കും ഈ പറഞ്ഞതുപോലെ തന്നെ നല്ല സിനിമയുടെ കേരളത്തിലെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സാണ് ജനറൽ പിക്ചേഴ്സ് രവിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അവരുടെ പേരിൽ
തൃശ്ശൂർ പോലുള്ള നഗരത്തിൽ സ്ഥിരമായി ഇത്തരമൊരു അവാർഡ് ഡെബ്യൂട്ട് ഡയറക്ടേഴ്സിന് കൊടുക്കുന്നത് നമുക്കൊക്കെ തന്നെ കേരളത്തിൽ എമ്പാടുമുള്ള ചലച്ചിത്ര ആസ്വാദകർക്ക് അഭിമാനമുള്ള ഒരു സംഗതിയാണ്. ഇത് തുടർന്നും ഇത്തരം ഡെബ്യൂട്ട് ഡയറക്ടേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ പ്രവർത്തനം ഈ ഫിലിം ഫെസ്റ്റിവൽ സംഘാടകർ ചെറിയാൻ ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ ഇത് തുടർന്നും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒരു കാലഘട്ടത്തിൽ പ്രവർത്തനം നിന്നുപോയ ഫിലിം സൊസൈറ്റികൾ പോലും ഇപ്പോൾ വീണ്ടും പുനർജനിക്കുന്ന ഒരവസരമാണ്. ചെറിയാൻ്റെയും അതുപോലെ തന്നെ അസോസിയേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസിൻ്റെയും നേതൃത്വത്തിൽ പുതിയ ഒരു ജീവിതം ഫിലിം സൊസൈറ്റികൾക്ക് നൽകുന്നുണ്ട്. ഫിലിം സൊസൈറ്റികളുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് നല്ല സിനിമകൾ ആസ്വദിക്കാനുള്ള ഒരു സംസ്കാരം കേരളത്തിലുടനീളം നടക്കുന്നത്. അതുപോലെ തന്നെ കോളേജുകളിൽ ഈ പുതിയ ജനറേഷനിലുള്ള ആളുകൾ, ഏത് ജനറേഷനിലുള്ള ആളുകളാണ് സിനിമകൾ കൂടുതൽ കാണുന്നതെന്ന് നമുക്കറിയാം. അവരെ നല്ല സിനിമ കാണുന്നതിനുള്ള ഒരു പാതയിലേക്ക് തെളിയിക്കാൻ ഫിലിം സൊസൈറ്റികൾക്കും കോളേജുകളിലെ ഫിലിം ക്ലബ്ബുകൾക്കും മാത്രമേ കഴിയുകയുള്ളൂ. അത്തരത്തിലുള്ള പ്രവർത്തനം വളരെ കൂടുതൽ ഊർജ്ജസ്വലമായി കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം ആദ്യകാല 1966 മുതൽ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ആത്മാർത്ഥമായ ആശംസകൾ അറിയിക്കുന്നു. ഈ പ്രസ്ഥാനം മുന്നോട്ട് തന്നെ പോവുക തന്നെ ചെയ്യും. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം. നമുക്ക് ഒരു അവാർഡ് നമ്മൾ അടുത്ത ദിവസമാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതിൻ്റെ ജൂറി മാറി ഇവിടെ അവാർഡിൻ്റെ തീരുമാനം ഇവിടെ എത്തിക്കാത്തതുകൊണ്ടാണ്. ചെലവൂർ വേണുവിൻ്റെ പേരിലുള്ള ബെസ്റ്റ് ഫിലിം സൊസൈറ്റിക്കുള്ള ഒരു അവാർഡ് കൂടി ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അത് അടുത്ത ദിവസം തന്നെ അതിൻ്റെ ആർക്കാണ് അതെന്നുള്ളത് പ്രഖ്യാപനം ഉണ്ടാവും. ആശംസകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി കുസുമം ജോസഫിനെ ക്ഷണിക്കുന്നു. ചിത്രാങ്കന ഫിലിം സൊസൈറ്റിയുടെ പ്രസിഡൻ്റാണ്. ഈ വർഷമാണ് ചിത്രാങ്കന ഞങ്ങളോടൊപ്പം കൂടുകയും സ്ത്രീകളുടേതായിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മ IFFTയുടെ ഭാഗമായിട്ട് പ്രവർത്തനം തുടങ്ങിയത്. അവർക്കുള്ള ആശംസകൾ സമർപ്പിക്കുന്നു. ശ്രീമതി കുസുമം ജോസഫ്. ഈ സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ MP സുരേന്ദ്രൻ സാർ, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അടൂർ ഗോപാലകൃഷ്ണൻ സാർ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, സിനിമാ പ്രവർത്തകരെ, സിനിമ ആസ്വാദകരെ എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്യുന്നു. 20ാമത് തൃശ്ശൂർ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ വളരെ ഗംഭീരമായി അവസാനിച്ചിരിക്കുകയാണ്. ഇത് സംഘടിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്ത, ഇതുവരെ അതാണ് കേട്ടുകൊണ്ടിരുന്നത്, ചെയ്ത വ്യക്തികളെയും സംഘങ്ങളെയും അഭിനന്ദിക്കുന്നു. ഒപ്പം ഈ സിനിമ പ്രത്യേകിച്ച് ശ്രീ തിയേറ്ററിൽ നിറഞ്ഞ് എപ്പോഴും കാണാൻ ആളുകളുണ്ടായിരുന്നു. ഇത് കണ്ട് വിജയിപ്പിച്ച സിനിമ ആസ്വാദകരെയും സ്നേഹപൂർവ്വം നന്ദി അറിയിക്കുന്നു. ഈ ഞങ്ങളുടെ ഫിലിം സൊസൈറ്റി നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഇക്കൊല്ലം ആരംഭിച്ചതാണ് ചിത്രാങ്കന എന്ന പേരിൽ. വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ 110 പേർ സ്ത്രീകൾ, തൃശ്ശൂർ ജില്ലയിൽ തൃശ്ശൂർ നഗരത്തിന് ചുറ്റുമുള്ള സ്ത്രീകൾ, ഇത്രയേറെ സിനിമ കാണാനും ആസ്വദിക്കാനും ചർച്ച ചെയ്യാനും ഒക്കെ താല്പര്യപ്പെടുന്ന സ്ത്രീകളുണ്ട് എന്ന് ഞങ്ങൾക്കറിയാൻ പറ്റിയത് അങ്ങനെയാണ്. ഇപ്പോൾ ഈ ചിത്രാങ്കനയെ IFFTയോടൊപ്പം ഞങ്ങളെ കൂടി സഹകരിപ്പിച്ച് ഞങ്ങൾ കൂടി ഇതിൻ്റെ സംഘാടകരാണ് എന്നുള്ള ഒരു അഭിമാനം ഞങ്ങൾക്കുണ്ട്. എല്ലാ സിനിമയ്ക്കും ഈ തൃശ്ശൂർ പരിസരത്തുള്ള ധാരാളം സ്ത്രീകൾ, ചിത്രാങ്കനമാർ സിനിമ കാണാനുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ സിനിമ കഴിഞ്ഞാൽ രാത്രിയിൽ വളരെ ഗംഭീരമായ സിനിമ ആസ്വാദനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷപ്രദമായ കാര്യം. ഓരോരുത്തരും സിനിമയെ മനോഹരമായി അനലൈസ് ചെയ്ത് എഴുതുക കൂടി ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. അങ്ങനെ സിനിമ കാണാനും ചർച്ച ചെയ്യാനും ഇഷ്ടമുള്ള സ്ത്രീകൾ ധാരാളമുണ്ട് എന്നുള്ളത് തിരിച്ചറിയുകയും അവർക്കൊരവസരം കൊടുക്കാനും പറ്റി, അവരെ ഒന്നിപ്പിക്കാൻ പറ്റി എന്നുള്ളത്
ഈ സൊസൈറ്റിയുടെ ഒരു അഭിമാനമായി അതിന് ഞങ്ങളെ കൂടി ചേർത്തു എന്നുള്ളത് IFFT സംഘാടകർക്കുള്ള ഒരു നന്ദിയായും ഈ അവസരത്തിൽ പറയുകയാണ്. ദീർഘമായി സംസാരിക്കുന്നില്ല. എല്ലാ വർഷവും സിനിമ ഈ ഫെസ്റ്റിവലിൽ സഹകരിക്കാനും വന്ന് കാണാനും ഈ പ്രദേശത്തുള്ള സ്ത്രീകൾക്ക് കൂടി അവസരം ഉണ്ടാകട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. അടുത്തതായി ആശംസകൾ സമർപ്പിക്കുന്നതിന് വേണ്ടി ഡോക്ടർ B. രാധാകൃഷ്ണൻ AFSO പ്രസിഡന്റിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ മിസ്റ്റർ സുരേന്ദ്രൻ, ചീഫ് ഗസ്റ്റ് ഓഫ് ദി ഡേ പത്മവിഭൂഷൺ മിസ്റ്റർ അടൂർ ഗോപാലകൃഷ്ണൻ, അനസൂയ ഷാജി, വേദിയിലെ മാന്യരായ വിശിഷ്ട വ്യക്തികളെ, തൃശ്ശൂരെ സിനിമാ പ്രേമികളെ, സിനിമയുടെ പ്രവർത്തനവും ഇവിടെ നടക്കുന്ന ഫെസ്റ്റിവൽ പങ്കെടുക്കാനായി വന്ന ഈ സംസ്ഥാനത്തിന് വെളിയിലുള്ള കലാപ്രവർത്തകരെ, എല്ലാവർക്കും എൻ്റെ വണക്കം. 20 കൊല്ലത്തിൽ കൂടുതലായി തൃശ്ശൂരിൽ നടത്തിവരുന്ന ഈ സിനിമാ ഉത്സവത്തിന് എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. പല കഷ്ടതകൾ സഹിച്ചാണെങ്കിലും ഓരോ കൊല്ലവും പുതിയ പ്രവർത്തന പരിപാടികളായി വരുന്ന തൃശ്ശൂരെ ഫിലിം സൊസൈറ്റിയും അതിൻ്റെ പ്രവർത്തകരെയും ഞാൻ ആശ്ലേഷിക്കുന്നു. ഇനിയും മുൻപോട്ടും പുതിയതായി വന്ന ചിത്രാംഗന സൊസൈറ്റിയുടെ കൂട്ടുപിടിച്ച് അവരെയും കൂടെ കൊണ്ടുവന്ന് പുതിയ പുതിയ സിനിമകളും പുതിയ പുതിയ വിവരങ്ങളും ഇതിൽ നമുക്ക് തരും. ആ ഒരു പ്രവർത്തന ശേഷി തൃശ്ശൂരിനുണ്ട്. അവരത് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടുകൂടി അതിനുവേണ്ട എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. പലരും നമ്മോട് ചോദിക്കുന്നത് സിനിമ കാണിക്കുക എന്നല്ലാതെ ഇപ്പോൾ വരുന്ന ഫിലിം ക്ലബ്ബുകൾ വേറെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിന് ഉത്തരം കണ്ടുപിടിക്കുകയാണ്. കഴിഞ്ഞ 60 കൊല്ലമായി സിനിമ പ്രദർശനത്തിന് വേണ്ടി ധാരാളം ഫിലിം ക്ലബ്ബുകൾ കേരളത്തിലുണ്ടായി. ചിലതൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്, ചിലതൊക്കെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഒരു അസോസിയേഷൻ ഓഫ് ഫിലിം സൊസൈറ്റീസ് എന്ന രൂപത്തിൽ പ്രവർത്തന ശേഷിയുള്ളതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ സൊസൈറ്റികളെയും കൂടെ കൂട്ടിച്ചേർത്ത് ഒരു അസോസിയേഷൻ ഉണ്ടാക്കി. ഈ അസോസിയേഷനിൽ കൂടെ സിനിമ പ്രദർശനം എന്നല്ലാതെ സിനിമയുടെ എല്ലാ വശങ്ങളെക്കുറിച്ചും, സിനിമ സംവിധാനം, ആക്ടിങ്, എഡിറ്റിങ് എന്നുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, സിനിമ കൊണ്ട് വേറെ നമുക്ക് എന്തൊക്കെ ചെയ്ത് തുടങ്ങാം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് ഈ പുതിയതായി ഞങ്ങൾ തീർന്ന അസോസിയേഷൻ കൂട്ടായ്മ. നിങ്ങളുടെ എല്ലാം സ്നേഹ സഹകരണത്തോടുകൂടി ഇത് മുൻപോട്ട് കൊണ്ടുപോകാൻ പ്രതീക്ഷിക്കുന്നു. ഇത്രയും നാളും നമുക്ക് നല്ല സിനിമകളും തന്ന് സിനിമകളെക്കുറിച്ച് നമ്മളെ ബോധവാന്മാരാക്കുന്ന തൃശ്ശൂർ സൊസൈറ്റിക്ക് എല്ലാ ഭാവുകളും നേരുന്നു. താങ്ക് യു. പ്രളയശേഷം ഒരു ജലകന്യകയുടെ സംവിധായകനായ മനോജ് കുമാർ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നമ്മളെല്ലാം സിനിമ
ഞങ്ങൾക്ക് സിനിമ കണ്ടു തുടങ്ങിയ കാലം മുതൽ സിനിമയിലെ എന്താ പറയുക പ്രതിഭ എന്ന് പറയുന്ന രീതിയിൽ നിൽക്കുന്ന അടൂർ സാർ, മറ്റ് വിശിഷ്ട വ്യക്തികളെ, വേദിയിലിരിക്കുന്ന ഓഡിയൻസായിട്ടുള്ള മറ്റുള്ളവരെ, ഒരു സിനിമ ചെയ്തതുകൊണ്ട് മാത്രം ആ കലയുടെ പൂർണ്ണത കൈവരുന്നില്ലെന്ന് എല്ലാവർക്കും അറിയാം. അത് ആളുകൾ കാണണം, അത് ആസ്വദിക്കണം, അതിനെക്കുറിച്ച് വേണ്ട അഭിപ്രായങ്ങൾ പറയണം, എന്താണ് ആ സിനിമ പറയാൻ ഉദ്ദേശിച്ചതെന്നെല്ലാം അവർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നെല്ലാം അറിയണം. അതിന് ഇതുപോലുള്ള സിനിമകൾക്ക് എത്ര അവസരം കിട്ടുന്നുണ്ട് എന്ന് എനിക്ക് സംശയമാണ്. അപ്പോൾ അത്തരം ഒരു അവസരം തന്ന തൃശ്ശൂർ ചലച്ചിത്ര കൂട്ടായ്മയ്ക്ക് ഞാൻ ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. സത്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഈ നന്ദിയും സ്നേഹവും കടപ്പാടും പറയാനാണ് ഉള്ളത് ഈ ഒരു അവസരത്തിൽ. ഇങ്ങനൊരു ചിത്രം നിർമ്മിക്കാൻ അവസരം തന്ന KSFDCക്കും അതിൻ്റെ നെടുന്തൂണായ സർക്കാരിനും ആദ്യമേ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഒരു സിനിമ ചെയ്യുക എന്ന് പറയുന്നത് പൈസയേക്കാൾ ഉപരി സിനിമ ചെയ്യാനുള്ള ഒരു അവസരമാണ് നമുക്ക് ഗവൺമെൻറ്റായിട്ട് തുറന്നു തന്നത്, അല്ലെങ്കിൽ KSFDC ആയിട്ട് തുറന്നു തന്നത്. അത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ സിനിമ കണ്ടവർ ഒരുപാട് പേര് ഈ കൂട്ടത്തിലുണ്ട്. അടൂർ സാറ് പോയി, അടൂർ സാർ സിനിമ കണ്ടിട്ടില്ലെന്നാണ് തോന്നുന്നത്. എനിക്ക് സാറിനെ പോലുള്ളവരെ കാണിക്കണമെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ വളരെ കുറച്ച് പേരാണ് കണ്ടതെങ്കിൽ കൂടി കണ്ടവരെല്ലാം നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. സിനിമ നന്നായി ചെയ്തിട്ടുണ്ട്. ഈ സിനിമ കണ്ടതോടുകൂടി വളരെ സ്നേഹത്തോടെ അടുത്ത ഒരുപാട് പേരുണ്ട് ഇവിടെ തന്നെ, തൃശ്ശൂർ തന്നെ. കുട്ടേട്ടനെ പോലുള്ള, ഇവിടെ ഉണ്ടോയെന്ന് അറിയാൻ പാടില്ല, കുട്ടേട്ടനെ പോലെ ഒരുപാട് പേര് സിനിമയെക്കുറിച്ച് നല്ല അഭിപ്രായം പറയുകയൊക്കെ ചെയ്ത ഒരുപാട് പേരുണ്ട്. എനിക്ക് ഈ സിനിമ ചെയ്യാൻ വേണ്ടി എൻ്റെ കൂടെ നിന്ന മറ്റുള്ളവരെയും കൂടി ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അതിൽ അഭിനയിച്ചവരെ അവിടെ വന്നിട്ടുണ്ട്. അതിൽ മെയിൻ ക്യാരക്ടർ ചെയ്ത ആശ, ഗോകുലൻ, എൻ്റെ കോ റൈറ്ററായ നവാസ്, പിന്നെ രഞ്ജിത്ത്, അങ്ങനെ ആ സിനിമയിലുള്ള എല്ലാവരും ഞങ്ങൾക്ക് ആദ്യമായും കിട്ടിയൊരു വലിയൊരു അംഗീകാരമാണ്. അതും വളരെ സന്തോഷമുണ്ട്. ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന ഒരു സിനിമ കേരള IFFK-ലെല്ലാം വളരെ അഭിപ്രായം നേടിയ സിനിമയോടൊപ്പം ഈ ഒരു അവാർഡ് പങ്കിടാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം. അതുപോലെ എൻ്റെ ഗുരുനാഥനെ ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. മറ്റ് എൻ്റെ കുടുംബം, എന്നെ ഈ സിനിമ ചെയ്യാൻ സഹായിച്ച മറ്റെല്ലാവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകം നന്ദി തൃശ്ശൂരിലെ ഈ ചലച്ചിത്ര കൂട്ടായ്മയ്ക്ക് നന്ദി. ഫെമിനിച്ചി ഫാത്തിമയുടെ സംവിധായകൻ ഫാസിൽ മുഹമ്മദ്. നമസ്കാരം. ഇതിരിക്കുന്ന ഇഷ്ട വ്യക്തികൾ, ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. ഞാൻ ക്രൈസ്റ്റിലാണ് പഠിച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ആ സമയത്ത് സിനിമയ്ക്ക് ഇങ്ങനെ ആഗ്രഹിച്ചു പോകുന്ന സമയത്ത് IFFK-ക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ശ്രമിച്ചു. അപ്പോൾ ഞാൻ അന്ന് രജിസ്റ്റർ ചെയ്യാൻ നോക്കിയപ്പോൾ അത് അവിടെ ഫുള്ളായി. അപ്പോൾ അങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്ന് കപ്പളാണ് അറിയുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ട്സുകളൊന്നും പോയി. ഇപ്പോൾ ഞാനിനി അടുത്ത ഫെസ്റ്റിവലിൽ ഇതിന് പോകണം എന്നുള്ളൊരു ഇങ്ങനെ ആഗ്രഹത്തിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ തൃശ്ശൂർ I50 ഫെസ്റ്റിവലിലെ ഇതറിയണത്. അപ്പോൾ ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞില്ല, ഡെയിലി മിക്ക ദിവസം പോയി വരാൻ ചെയ്യാറ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് വരും, ഞാൻ കോളേജിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരാഴ്ച ഞാൻ ഇവിടുത്തെ ഫെസ്റ്റിവലിൽ അന്ന് കുറേ ആളെ 2017-18 ആ സമയത്ത് വന്ന് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫെസ്റ്റിവൽ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഫെസ്റ്റിവലിൽ നമ്മൾ പങ്കെടുത്തത് ഇവിടെ തൃശ്ശൂർത്തെ ഫെസ്റ്റിവലാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു സ്വന്തം പടമായിട്ട് വരാൻ പറ്റി, ഒരു അവാർഡ് വാങ്ങാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. എന്താ പറയുക, എൻ്റെ മാത്രമല്ല അയച്ച സിനിമ, എൻ്റെ ടെക്നീഷ്യന്മാർ, മ്യൂസിക് ഡയറക്ടർ, ക്യാമറമാൻ, അഭിനയിച്ചവർ എല്ലാവരും ആദ്യത്തെ സിനിമയാണ്. അപ്പോൾ അതിനൊക്കെ ഇങ്ങനെ ഒരു അംഗീകാരങ്ങൾ കിട്ടുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു. നമ്മുടെ ഈ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി പറയുന്നതിന് വേണ്ടി ചിത്രാങ്കന ഫിലിം സൊസൈറ്റിയുടെ സെക്രട്ടറി അജിത TG ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൽ
പങ്കെടുത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട IFFTയുടെ എല്ലാ പ്രവർത്തകന്മാരെയും അവർ രാപ്പകൽ എല്ലാ ദിവസങ്ങളിലും ഒരുമിച്ച് വന്ന് ഇവിടെ പ്രവർത്തിക്കുകയും ഇത് വലിയൊരു സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയും ചെയ്തു. അവർക്കെല്ലാവർക്കും ഞങ്ങൾ വീണ്ടും വീണ്ടും നന്ദി പ്രകാശിപ്പിക്കുകയും നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. നന്ദി പറയുന്നതിന് വേണ്ടി അജിത ടീച്ചറെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, 20ാമത് തൃശ്ശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൻ്റെ സമാപന സമ്മേളനത്തിൽ ഔപചാരികമായ നന്ദി പറയുന്ന കർത്തവ്യമാണ് എന്നിലുള്ളത്. അതിനു മുമ്പ് തന്നെ ഈ ഒരു ചലച്ചിത്രമേളയിൽ അവാർഡിന് അർഹമായ എല്ലാ ചലച്ചിത്ര പ്രതിഭകൾക്കും അഭിനന്ദനങ്ങൾ. കഴിഞ്ഞ ഒരാഴ്ചയായി നമ്മൾ തൃശ്ശൂരിലുള്ള സിനിമാ പ്രേമികൾ ജീവിതത്തിൻ്റെ നൈരന്തര്യങ്ങളെല്ലാം വിട്ട് സിനിമ കാണുകയായിരുന്നു, അനുഭവിക്കുകയായിരുന്നു, ആനന്ദിക്കുകയായിരുന്നു, ചിലപ്പോഴൊക്കെ അമ്പരക്കുകയായിരുന്നു. ഈ മേളയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യവും പങ്കാളിത്തവും വളരെയുണ്ടെന്ന് ഇതിനു പുറകിലുള്ള ഓരോരുത്തർക്കും അറിയാം. അതിൽ ഞങ്ങൾ ചിത്രാംഗനമാരും ഉണ്ടായിരുന്നുവെന്നും വളരെ അഭിമാനത്തോടു കൂടി ഒരിക്കൽ കൂടി പറയട്ടെ. എൻ്റെ കടമയിലേക്ക് കിടക്കാം. ഈ ഒരു സമാപന സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ IFFTയുടെ ചെയർമാനും മുതിർന്ന പത്രപ്രവർത്തകനും ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സുരേന്ദ്രൻ സാറാണ്. ഔപചാരികമായി മാത്രം സാറിനോട് നന്ദി എന്ന വാക്ക് പറയുന്നു. കാരണം ആ ഒരു വാക്കിൽ മാത്രം ഉൾപ്പെടുത്താവുന്നതല്ല ഞങ്ങൾക്ക് അദ്ദേഹത്തിനോടുള്ള കടപ്പാട്. ഇത് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് മലയാള സിനിമയെ ലോക സിനിമയുടെ ഭൂപടത്തിലേക്ക് ഉയർത്തിയ വിശ്വവിഖ്യാത ചലച്ചിത്രകാരൻ അടൂർ ഗോപാലകൃഷ്ണൻ സാറാണ്. കഴിഞ്ഞ 20 വർഷമായിട്ടും സാർ IFFTയുടെ കൂടെ ഉണ്ടായിരുന്നു, സഞ്ചരിച്ചിരുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. സാറിൻ്റെ അഭാവത്തിലും സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തട്ടെ. മുഖ്യാതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ പ്രകാശ് നായർ സാറുണ്ട്, അനസൂയ മാഡം ഉണ്ട്, മീര സാഹിബ് സാറുണ്ട്, ധനഞ്ജയൻ അച്ചിങ്കൽ സാറുണ്ട്. ഇവരെല്ലാവരോടും തീർത്താത്തീരാത്ത കടപ്പാട് IFFTക്കുണ്ട്. അവരെയും ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെ സ്മരിക്കുന്നു. 52-ലധികം സിനിമകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിൽ മത്സര വിഭാഗത്തിലുള്ളവയും അതിൽ നിന്നും ഏറ്റവും നല്ല സിനിമ ഏറ്റവും സത്യസന്ധമായി തിരഞ്ഞെടുത്ത് ഞങ്ങൾക്ക് തന്നത് ഇതിൻ്റെ ജൂറി അംഗങ്ങളാണ്. ജൂറി അംഗങ്ങളോടും നന്ദി പറയുന്നു. ഒപ്പം ഈ അവാർഡ് നൽകുന്നതിനുള്ള സാമ്പത്തിക സഹായം നൽകിയ ഇതിൻ്റെ സ്പോൺസർമാരോടും ഞങ്ങൾക്ക് നന്ദി പറയാതിരിക്കാനാവില്ല. കാരണം അവരില്ലെങ്കിൽ ഇതൊന്നും ഇത്ര ഭംഗിയായി ഇവിടെ നടക്കില്ലായിരുന്നു. 2 സ്ഥലങ്ങളിലായാണ് ഈ സിനിമ നടന്നത്, ശ്രീ തിയേറ്ററിലും രവികൃഷ്ണയിലും. ഇതിൻ്റെ അധികൃതരോട് അവരോടുള്ള സഹകരണത്തിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തട്ടെ. നേരത്തെ സുരേന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ തന്നെ IFFTയിലെ ഓരോ അംഗങ്ങളും സെൽഫ്ലെസ് എന്ന് പറയുന്ന വാക്ക് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ രാവും പകലും ഒപ്പം നിന്നുകൊണ്ടാണ് അവർ ഇതിനോടൊപ്പം നിൽക്കുന്നതും ചെയ്ത് ഇത്രയും ഈ മേള ഒരു വിജയമാക്കി തീർത്തതും. നന്ദി എന്ന് പരസ്പരം പറയാനാവില്ലെങ്കിലും അക്നോളജ് ചെയ്യുക എന്നുള്ളത് വലിയൊരു കാര്യമാണല്ലോ. ഇനിയും ഒരുമിച്ച് മുന്നേറാൻ ഇത്തരം ഊർജം ഞങ്ങൾക്ക് ആവശ്യമുള്ളതുകൊണ്ട് തന്നെ പരസ്പരം സ്നേഹം പങ്കിടുന്നു. ഇതുപോലെ പ്രബുദ്ധരായ ഒരുപാട് പേർ ഈ സിനിമ കാണികളായും മറ്റുള്ള ചർച്ചകൾക്കും വളരെ സജീവമായി കുട്ടേട്ടനെ പോലുള്ള ഒരുപാട് പേർ ഒപ്പമുണ്ടായിരുന്നു. ഓരോ സിനിമ കഴിയുമ്പോഴും അതിനെക്കുറിച്ച് പരസ്പരം സംസാരിക്കാനും അങ്ങനെയുള്ളൊരു സിനിമാ സംസ്കാരം തൃശ്ശൂരിന് നൽകാൻ സാധിക്കുന്നത് ഇവരെ പോലുള്ള ഒരുപാട് പേരുള്ളത് കൊണ്ടാണ്. അവരോടും നന്ദി പറയുന്നു. നേരത്തെ സുരേന്ദ്രൻ സാറും അതുപോലെ ചെറിയാൻ സാറും പറഞ്ഞ ഒരു പരിഭവം മുന്നോട്ട് വയ്ക്കുന്നു. സാംസ്കാരിക നഗരം എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും തൃശ്ശൂരിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ എത്രത്തോളം IFFTയെ ഗവനിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സങ്കടം ബാക്കിയാണ്. ഇനി 21ാമത്തെ ചലച്ചിത്രമേള ഇവിടെ ഉണ്ടാകുമ്പോൾ ചെറിയ തെറ്റുകൾ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അത് തിരുത്തി കൂടുതൽ ഊർജത്തോടെ എല്ലാവരുടെയും സഹകരണത്തോടെ മുന്നോട്ട് ഇതിന് വിജയമാക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും എന്ന ഉറപ്പോടെ അടുത്ത വർഷം 21ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് കാണാം എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. നന്ദി.